വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ ബോൺസായ് എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോൺസായ് എന്നത് വലിയ മരങ്ങളെ അലങ്കാരത്തിനായി ചെറിയ ചട്ടിയിൽ ചെറുതായി വളർത്തുന്ന ഒരു രീതിയാണ്. ഈ കവിതയിൽ ബോൺസായ് ചെടിയുടെ കഥയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ഒരാളെയും അവന്റെ സ്വാഭാവിക വളർച്ചയിൽ നിന്ന് തടയരുത് എന്ന സന്ദേശവുമാണ് കവയിത്രി സുധാ ഉപാധ്യായ് നൽകുന്നത്. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത് കവിത പഠ്തേ സമയ് ഇൻ പ്രശ്നോം സെ ഗുസരെ. കവിത വായിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. आंगन से गोद कर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं. ആംഗൻ സെ ഗോദ് കർ, ചെടിയെ മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്ത്, ഗമലേമേ ലഗാദേനേസെ, ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ, പൗതേമേ ക്യാ ക്യാ പരിവർത്തൻ ഹോ സക്തേ ഹെ, ആ ചെടിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക. ഒരു ചെടി മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്ത് ആ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ അതിന് എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ആൻസർ നോക്കാം. ഗമലേമേം ലഗ്നെ पर पौधे को स्वाभाविक हवा पानी और जगह नहीं मिलती. ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ ചെടിക്ക് സ്വാഭാവികമായ വായു, വെള്ളം, സ്ഥലം എന്നിവ ലഭിക്കുന്നില്ല. അതിന് ഉചിതമായ രീതിയിലുള്ള വായുവും വെള്ളവും സ്ഥലവും ഒന്നും ലഭിക്കുന്നില്ല. ഇസ്ലിയെ, അതുകൊണ്ട് ഉസ്കാ വികാസ് രുക്ക് ജാത്താ ഹേ, അതിന്റെ വികസനം, അതിന്റെ വളർച്ച തടസ്സപ്പെടുന്നു. ഔർ പത്തേ ചോട്ടെ വ കംസോർ ഹോ ജാത്തേ ഹേ, കൂടാതെ അതിന്റെ ഇലകളൊക്കെ ചെറുതും ദുർബലവുമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയെ ചട്ടിയിൽ നടുമ്പോൾ ചെടിക്ക് അതിനാവശ്യമായ വായു, വെള്ളം, സ്ഥലം എന്നിവ ലഭിക്കുന്നില്ല. അതിനാൽ അതിന്റെ വളർച്ച നിൽക്കുന്നു. കൂടാതെ അതിന്റെ ഇലകളൊക്കെ ചെറുതും ദുർബലവുമായി തീരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോയിങ് റൂമേ ബോൺസായിക്കോ അതിഥി ലോഗ് ആശ്ചര്യ സെ ക്യോം ദേഖ്തേ ഹോങ്കെ. എന്തുകൊണ്ടാണ് അതിഥികൾ ഡ്രോയിങ് റൂമിലുള്ള ബോൺസായിയെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്? आंसर, ബോൺസായി अपना സ്വാഭാവിക രൂപ് ഗോക്കർ സിർഫ് നുമായിഷ് കി ചീസ് ബൻ ജാത്താ ഹെ. ബോൺസായി അതിന്റെ സ്വാഭാവിക രൂപം നഷ്ടപ്പെട്ട് വെറും ഒരു പ്രദർശന വസ്തുവായി മാറുന്നു. നുമായിഷ് കി ചീസ്, പ്രദർശന വസ്തു. ലോഗ് ഉസ്കെ അസ്വാഭാവിക രൂപ് ഔർ സുന്ദരതാ കോ ദേഖ്കർ ആശ്ചര്യ കർത്തേ ഹെ. ആളുകൾ അതിന്റെ അസ്വാഭാവികമായ രൂപവും സൗന്ദര്യവും കണ്ടിട്ട് വളരെ അത്ഭുതപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധീരെ ധീരെ മേം ബോൺസായി മേം തബ്ദീൽ ഹോ ഗയി. പതുക്കെ പതുക്കെ ഞാനൊരു ബോൺസായി ആയി രൂപാന്തരപ്പെട്ടു. തബ്ദീൽ ഹോ ഗയി എന്ന് വെച്ചാൽ രൂപാന്തരപ്പെട്ടു. ഇസ്സെ ആപ്പിനെ ക്യാ സമച്ച, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? घर के अंदर गमले में रखे गए पौधे के लिए സ്വാഭാവിക ജീവൻ ബിത്താനെ കാ കോയി ഉപായ് നഹി രഹാ. വീടിനുള്ളിൽ ഒരു ചട്ടിയിൽ വളർത്തുന്ന ഒരു ചെടിക്ക് അതിന്റെ സ്വാഭാവിക ജീവിതം നയിക്കാൻ യാതൊരു മാർഗവുമില്ല. വഹ് ബോൺസായി കാ രൂപ് സ്വീകാർ കർനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയി. അത് ബോൺസായിയുടെ രൂപം സ്വീകരിക്കാൻ നിർബന്ധിതയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുച്ച്മേ ലഗേ ഫൽ ഫൂലിനെ തുമേ ഫിർ ഡരായ. എന്നിലുണ്ടായ പഴങ്ങളും പൂക്കളും നിങ്ങളെ വീണ്ടും ഭയപ്പെടുത്തി. ഇസ്സെ ആപ്കോ ക്യാ ആശയം മിൽത്താ ഹെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താശയമാണ് ലഭിച്ചത്? ആൻസർ, ബോൺസായി മേ ഫൽ ഫൂൽ ലഗിന സാമാന്യ നഹി ഹെ. ബോൺസായില് പഴങ്ങളും പൂക്കളും ഉണ്ടാവുക എന്നത് ഒരു സാധാരണയല്ല. സാധാരണഗതിയിൽ ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാവാറില്ല. ഇസ്ലിയെ, അതുകൊണ്ട് ജബ് ഘർ കെ അന്തർ രഖെ ബോൺസായി മേ ഫൽ ഫൂൽ ആ ഗയെ തോ, വീട്ടിൽ വെച്ച ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഉണ്ടായപ്പോൾ മാലിക്, നമ്മുടെ ഉടമസ്ഥൻ, ആശ്ചര്യ ഔർ പരേഷാനി മേ പഡ് ഗയ, അത്ഭുതപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോൺസായി മേ ഫൽ ഫൂൽ ലഗിനെ പർ, ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഉണ്ടായപ്പോൾ മാലിക് ഉസേ ഗൂരെ പർ ക്യോ ഫേങ്ക് ദിയ, മാലിക് നമ്മുടെ ഉടമസ്ഥൻ അതിനെ ചവറ്റുകുട്ടയിൽ എന്തിനാണ് എറിഞ്ഞത്? ആൻസർ, ബോൺസായി മേ ഫൽ ഫൂൽ ലഗിന മാലിക് കെ ലിയെ ഏക് ചുനൗത്തി ഹെ. ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഉണ്ടാവുക എന്നത് നമ്മുടെ ഉടമസ്ഥന് ഒരു വെല്ലുവിളിയാണ്. ചുനൗത്തി, വെല്ലുവിളി. ഇസ്ലിയെ, അതുകൊണ്ട് മാലിക്കിന്, ഉടമസ്ഥൻ, ഉസേ അപ്നെ പാസ് രഖ്ന നഹീം ചാഹ, അതുകൊണ്ട് ഉടമസ്ഥൻ നമ്മുടെ മുതലാളി അതിനെ അകത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. ഉസേ ഗൂരെ പർ ഫെങ്ക് ദിയ, അതിനെ വേസ്റ്റിലോട്ട്, ചവറ്റുകുട്ടയിലോട്ട് എറിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൂരെ പർ ബോൺസായി കി ജഡേം ഔർ ഫൈൽ ഗയി. വേസ്റ്റിലുള്ള ബോൺസായിയുടെ വേരുകൾ പടരാൻ തുടങ്ങി. കാ മത്ലബ് ക്യാ ഹെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആൻസർ, വഹാ പർ ബോൺസായി കോ ബഡിനെ കാ മൗക്കാ മില. അവിടെ നിന്നാണ് ബോൺസായിക്ക് വളരാനുള്ള ഒരു അവസരം ലഭിച്ചത്. അനുകൂൽ വാതാവരൺ സെ മിലി താക്കത്ത് സെ ഉസ്കി ജഡേം ഫൈൽ ഗയി. അനുകൂലമായ സാഹചര്യം ലഭിച്ചപ്പോൾ ശക്തിയോടെ, താക്കത്ത് ശക്തി, ഉസ്കി ജഡേം ഫൈൽ ഗയി, അതിന്റെ വേരുകൾ പടർന്നു. അനുകൂലമായ അന്തരീക്ഷം ലഭിച്ചപ്പോൾ അതിന്റെ വേരുകൾ ശക്തിയോടെ പടർന്നു വ്യാപിച്ചു.
नेक्स्ट क्वेश्चन कविता से विशेष अर्थ को सूचित करने वाले शब्दों को पहचाने കവിതയിലെ പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്ന വാക്കുകൾ തിരിച്ചറിയാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബോൺസായി, ആംഗൻ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തിയത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കൂ. നെക്സ്റ്റ് पृष्ठ 92 का चित्र ध्यान से देखें नीचे दिए प्रश्नों पर विचार करें 92 പേജിലെ ചിത്രം ശ്രദ്ധാപൂർവം നോക്കി താഴെ പറയുന്ന ചോദ്യങ്ങൾ ഒന്ന് പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോൺസായി കിൻ കിൻകെ പ്രതീക് ഹോ സക്താ ഹെ നമ്മുടെ ബോൺസായി എന്തിന്റെ എല്ലാം പ്രതീകമാവാം. ബോൺസായി എന്തിനെ പ്രതീകപ്പെടുത്തുന്നു? ഓരോന്നിന്റെയും ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി സെ അലഗ് ഹോക്കർ ജീനെ വാലാ ലോഗോം കാ ഔർ അപ്പനി ആസാദി നഷ്ട് ഹോക്കർ ജീനെ വാലാ ലോഗോം കാ പ്രതീക് ഹോ സക്തേ. പ്രകൃതി സെ അലഗ് ഹോക്കർ ജീനെ വാലെ ലോകം എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ആളുകളെ. ഔർ അപ്പനി ആസാദി നഷ്ട് ഹോക്കർ ജീനെ വാല ലോകം കോ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെയും പ്രതീക് ഹോ സക്തേ അതിനെ പ്രതീകപ്പെടുത്താൻ സാധിക്കും. അവരെയൊക്കെയാണ് ഈ ബോൺസായി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്യാ ബോൺസായി കിസി വിശേഷ അർത്ഥ കി സൂചന ദേത്താ ഹെ ബോൺസായി എന്ന വാക്ക് എന്തെങ്കിലും പ്രത്യേക അർത്ഥം നൽകുന്നുണ്ടോ? ആൻസർ നോക്കാം. സ്വാർത്ഥ കെ ലിയെ ദൂസരോं की ആസാദി छीन कर रहते लोगों पर व्यंग करते हैं അതിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൂസരോं की ആസാദി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ചീൻകർ ചീൻകർ എന്ന് പറഞ്ഞാൽ തട്ടിയെടുത്ത് രഹത്തെ ലോകോം പർ അങ്ങനെയുള്ള ആളുകൾ തട്ടിയെടുക്കുന്ന ആളുകളെ വ്യംഗ് കർത്താഹ ഇവിടെ പരിഹസിക്കുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്ക് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുന്ന ആളുകളെയാണ് ഇവിടെ പരിഹസിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആസ്വാദൻ ടിപ്പണിയിലേക്ക് നമ്മുടെ കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. ബോൺസായി കവിത की रूप परग और आशय परग विशेषताओं का परिचय देते हुए ആസ്വാദൻ ടിപ്പണിയിലേക്ക് ബോൺസായി കവിതയുടെ രൂപപരവും ആശയപരവുമായ വിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിതാക്ക ടിപ്പണി കവിതാക്ക ആശയം രണ്ടും സെയിം തന്നെയാണ്. കവിതയുടെ ആശയം എഴുതുമ്പോൾ നമ്മൾ ഒരു 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എഴുതാൻ. ഒറ്റ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കരുത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കവിതയുടെ ആശയമാണ് അതിനകത്ത് കൊടുക്കേണ്ടത്. തേർഡ് പാരഗ്രാഫ് ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഇതുപോലെ ഒരു ഹെഡിങ് ശീർഷകം കൊടുക്കുക. കവിതയുടെ പേരോ അല്ലെങ്കിൽ കവിതാക്ക ആശയം എന്നൊക്കെ കൊടുക്കാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ് വളരെ ഉഷാറായി തന്നെ കൊടുക്കണം. ഹിന്ദി സാഹിത്യക്ക് ആധുനിക കവയിത്രി സുധാ ഉപാധ്യായക്ക് ബോൺസായി एक പ്രതീകാത്മക കവിത ഹേ ഹിന്ദി സാഹിത്യത്തിലെ ആധുനിക കവയിത്രി സുധാ ഉപാധ്യായയുടെ ബോൺസായി എന്നത് ഒരു പ്രതീകാത്മക കവിതയാണ്. ഇസ് കവിത में गुलाबी में रहने वाला लोगों की जिंदगी और उनके आजाद होने की कोशिश का चित्रण किया गया है. ഈ കവിതയിലെ അടിമത്തത്തിൽ കഴിയുന്ന ആളുകളുടെ ജീവിതവും അവർക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമവുമാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യഹാ ബോൺസായി സ്ത്രീയാം ഗരീബോം ഗുലാമോം തഥാ അന്യ ശോഷിത വർഗോം കാ പ്രതീക് ബൻകർ സാമനെ ആത്താ ഹേ ഇവിടെ ബോൺസായി എന്നത് സ്ത്രീകൾ, ദരിദ്രർ, അടിമകൾ, മറ്റു പീഡിത വിഭാഗങ്ങൾ എന്നിവയുടെ പ്രതീകമായിട്ടാണ് കവിതയിൽ കാണിച്ചിരിക്കുന്നത്. ഇത്ര എഴുതിയാൽ തന്നെ നമ്മുടെ 4 മാർക്കിൽ 1.5 മാർക്ക് കിട്ടി. ഇനി നമുക്ക് കവിതയുടെ ആശയം കവിതയിൽ എന്താണ് പറഞ്ഞത് എന്ന് ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. നോക്കാം. കവിതാമേ ബോൺസായി ബത്താത്താ ഹേ കവിതയിൽ ബോൺസായി പറയുന്നു കി മനുഷ്യനെ ഉസെ ആംഗൻമേ ഉഗാഡ്കർ മനുഷ്യൻ അവനെ മുറ്റത്ത് നിന്ന് പിഴുതെടുത്ത് एक गमले में सजा कर रख दिया ഒരു പോട്ടിൽ അലങ്കരിച്ചു വെച്ചു, ഒരു ചട്ടിയിൽ അലങ്കരിച്ചു വെച്ചു. घर में आने वाले लोग उसे आश्चर्य और चाह से देखने लगे വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവനെ അത്ഭുതത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും നോക്കിയിരുന്നു. समय बीतने के साथ वह पौधा छोटा होकर बोनसाई बन गया സമയം കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ആ ചെടി ചെറുതായി ഒരു ബോൺസായി ആയി മാറി. ബാദമേ പിന്നീട് മൗസം ബദൽനെ പർ കാലാവസ്ഥ മാറിയപ്പോൾ ഉസ്മേ ഫൽ ഔർ ഫൂൽ ആനെ ലഗ അതിൽ പഴങ്ങളും പൂക്കളും വരാൻ തുടങ്ങി. യഹ് ദേഖ്കർ ഉസ്കാ മാലിക് ഗബരാ ഗയാ ഇത് കണ്ടപ്പോൾ അതിന്റെ ഉടമസ്ഥൻ ഇത് പേടിച്ചു പോയി, പരിഭ്രമിച്ചു പോയി. ഔർ ഉസ്നെ ബോൺസായിക്ക് ഗൂരേ പർ ഫേങ്ക് ദിയ എന്നിട്ട് ഉടമസ്ഥൻ എന്താ ചെയ്തത് അതിനെ ഗൂരേ ചവറ്റുകൊട്ടയിലേക്ക് ഫേങ്ക് ദിയ എറിഞ്ഞു. ലേക്കിൻ പക്ഷേ വഹാ പഹുഞ്ചിനെ കെ ബാദ് അവിടെ എത്തിയതിനു ശേഷം വഹ് പൗദ ആ ചെടി ആസാദ് ഹോക്കയ ആ ചെടി സ്വതന്ത്രയായി. ഔർ ഉസ്കി ജഡേം ഫൈനെ ലഗി അതിന്റെ വേരുകൾ അതിൽ വ്യാപിക്കാൻ തുടങ്ങി. ഇത്രയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ വളരെ ഈസിയാണ്.
नेक्स्ट थर्ड पैराग्राफ, यह कविता दूसरों को आजादी नहीं देने वाले लोगों के विरुद्ध आवाज उठाती है. यह कविത ഈ കവിത दूसरों को മറ്റുള്ളവർക്ക് ആസാദി नहीं देने वाले लोगों के സ്വാതന്ത്ര്യം നൽകാത്ത ആളുകൾക്ക് വിരുദ്ധ എതിരായിട്ടാണ് ആവാസ് ഉഡാത്തി ഹെ ശബ്ദമുയർത്തുന്നത്. ഈ കവിത മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകാത്ത ആളുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നു. യഹ് ഏക് ഇതൊരു സരളവും ഇതൊരു ലളിതവും സുന്ദർ മനോഹരവും ഔർ സാമാജിക രൂപ സെ സാമൂഹികപരമായി അത്യന്ത പ്രാസംഗിക കവിത വളരെ പ്രസക്തമായ ഒരു കവിതയുമാണ്. ഈ കവിത വളരെ ലളിതവും മനോഹരവുമായി അതുപോലെ സാമൂഹികപരമായി വളരെ പ്രസക്തമായ ഒരു കവിത കൂടിയാണ്. കവിത വളരെ സരളാണ്, സുന്ദരമാണ് എന്നൊക്കെ എല്ലാ കവിതയുടെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ടും നമുക്ക് കൊടുക്കാം. ഇത്രയാണ് ഈ കവിതയിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.